വിദ്യാർത്ഥികളെ ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ച എക്സർസൈസാണ് ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ആദ്യപദം 3-1 പൊതുവ്യത്യാസം 3-2 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. നമ്മുടെ ഈ ചോദ്യം അനുസരിച്ച് ആദ്യപദം അവർ തന്നിട്ടുണ്ട്, അതുപോലെ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. ആദ്യപദം എഫ് 1/3, പൊതുവ്യത്യാസം ഡി 2/3. നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. അതായത് xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൽ നമ്മൾ ഡി എഫ് ഇതിനൊക്കെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ xn സമം d 2/3 n പ്ലസ് എഫ് മൈനസ് ഡി f 1/3, that is 1/3 മൈനസ് d 2/3. ഇവിടെ നമുക്ക് 1/3 നിന്ന് 2/3 മൈനസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്നു: xn സമം 2/3n പ്ലസ്, ഇവിടെ നോക്കുക ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ഛേദങ്ങൾ ഒരുപോലെ വരുമ്പോൾ ഒരു ഛേദം എഴുതിയാൽ മതിയാകും. എന്നിട്ട് അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ 1 - 2 - 1 എന്ന് വരും. അപ്പോൾ xn സമം 2/3n പ്ലസ് -1/3 എന്ന്. ഇവിടെ ഇതൊരു ടേം, ഇത് വേറൊരു ടേമാണ്. ആ രണ്ട് ടേമിൽ നമുക്ക് 1/3 വരുന്നുണ്ട്. ആ 1/3 കോമൺ ആയിട്ട് നമുക്ക് എടുത്താൽ xn സമം 1/3 പൊതുഘടകമായിട്ട് എടുക്കുന്നു. പിന്നെ ഇവിടെ വരുന്നത് 2/3 1/3 എടുത്തു പോയി ബാക്കി വരുന്നത് 2n. ഇവിടുത്തെ -1/3 1/3 എടുത്തു, പിന്നെ വരുന്നത് -1 എന്നാണ് വരുന്നത്. അപ്പോൾ xn സമം 1/3 × 2n - 1, അതായത് xn സമം 2n - 1/3 എന്നാവും. ഇതാണ് നമ്മളുടെ ചോദ്യം അനുസരിച്ച് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. ഇതിൽ 2n - 1 എന്നത് ഒറ്റ സംഖ്യയാണ്. അതായത് n ഏത് വില സ്വീകരിച്ചാലും ഒറ്റ സംഖ്യകളെ കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 4 വിലയിടാം. n-ന് 4 വിലയിട്ടാൽ 2 × 4 -1 വരും. അപ്പോൾ 2 × 4 8, 8 - 1 7. അത് 4 ഇട്ടപ്പോഴാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയത്. ഏത് വിലയിട്ടാലും ഒറ്റ സംഖ്യ വരുള്ളൂ. അതുകൊണ്ട് 2n - 1 ഒറ്റ സംഖ്യയായി സങ്കല്പിക്കാം. ആ ഒറ്റ സംഖ്യയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ സീക്വൻസിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട്, എന്നാൽ ഇരട്ട സംഖ്യകളൊന്നും ഇല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ xn സമം 2n - 1/3 എന്ന ആ ബീജഗണിത രൂപത്തിൽ n-ന് സ്വീകരിക്കുന്ന വില ഏതാണെന്നുള്ളതാണ്. ഇവിടെ 3 വന്നിരിക്കുന്നത് കൊണ്ട് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അംശത്തിൽ കിട്ടേണ്ടത്. ഇവിടെ 3 വന്നിരിക്കുന്നതുകൊണ്ട് ആ 3 ക്യാൻസൽ ആകാത്ത രീതിയിൽ n-ന് വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണൽ സംഖ്യയോട് കിട്ടുള്ളൂ. അതായത് n-ന് സ്വീകരിക്കാവുന്ന വിലകൾ ഇവിടെ എഴുതുന്നു. n-ന് സ്വീകരിക്കാവുന്ന വിലകൾ 2, പിന്നെ 3 ആഡ് ചെയ്തിട്ട് 5, പിന്നീട് 8, 11, 14 ഇങ്ങനെ പോകും. ഇതെല്ലാം n-ന് സ്വീകരിക്കാവുന്ന വിലകളാണ്. ആ വിലകൾ ഓരോന്നും കൊടുത്താൽ നമുക്ക് യഥാക്രമം എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ കിട്ടുന്നതായി കാണാം. അതായത് xn സമം 2 × n-ന് ഈ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 2 - 1/3 എന്നാകും. അതായത് 2 × 2 4, 4 - 1 3/3. കട്ട് ചെയ്താൽ 3-ൽ 3 ഒരു പ്രാവശ്യം. അപ്പോൾ 2 എന്ന വില സ്വീകരിച്ചാൽ ഒറ്റ സംഖ്യയായ 1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ എഴുതുന്നു xn സമം 2n
മൈനസ് 1/3. അതിൽ എന്നിൽ നമ്മൾ ഈ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരുന്നത് 2 × 5 മൈനസ് 1/3. 2 × 5 10. 10 മൈനസ് 1 9/3. 9ൽ 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ കിട്ടി 3. ഇനി 8 ആണ് n സ്വീകരിക്കുന്നതെങ്കിൽ xn സമം 2 × 8 മൈനസ് 1/3 എന്നാകുന്നു. അതായത് 2 × 8 16 മൈനസ് 1/3. 16 മൈനസ് 1 15/3 എന്ന് വരുന്നു. 15ൽ 3 5 പ്രാവശ്യം. ഇവിടെ നമുക്ക് 5 കിട്ടി. അപ്പോൾ 1 3 5 ഇതുപോലെ തുടർന്ന് ഓരോന്ന് കിട്ടുന്നാൽ ക്രമം അനുസരിച്ച് നമുക്ക് മറ്റുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കിട്ടും. ഇതിൽ നിന്ന് എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയുന്നു. ഇനി ഇരട്ട സംഖ്യകൾ ഇല്ലെന്നുകൂടി തെളിയിക്കണം. അത് നമ്മൾ പറയുന്നത് ഏതൊരു ഒറ്റ സംഖ്യയെയും മറ്റൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒറ്റ സംഖ്യയെ റിസൾട്ട് വരും. അതുകൊണ്ട് ഈ സീക്വൻസിൽ ഒരു ഇരട്ട സംഖ്യ ഇല്ല, ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്ന് തെളിയുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആൻസറായി കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതണം: നമ്മുടെ ഈ സീക്വൻസിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട്, എന്നാൽ ഒരു ഇരട്ട സംഖ്യയും ഇല്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4 7 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെയും ആൾജിബ്രൈക് ഫോം ആദ്യം കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് എഴുതാം ആദ്യ പദം f 4, പൊതുവ്യത്യാസം d സമം 7 മൈനസ് 4 3. xn സമം dn പ്ലസ് f മൈനസ് d. അതായത് xn സമം d 3. 3n പ്ലസ് f മൈനസ് d. f 4 ആണ്, മൈനസ് d എന്ന് പറയുന്നത് 3. അതായത് xn സമം 3n പ്ലസ് 1 എന്നായി. ഇതാണ് നമ്മുടെ ഈ സീക്വൻസിന്റെ ബീജഗണിത രൂപം. ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ സീക്വൻസിൽ ഈ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ, അതായത് 4ന്റെ വർഗം, 7ന്റെ വർഗം, 10ന്റെ വർഗം, ഇതെല്ലാം ഇതിനകത്തുണ്ട് എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 4 എന്ന് പറയുന്നത് അതുപോലെ 3 എന്നെല്ലാം പറയുമ്പോൾ എന്താ പ്രത്യേകത? 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതാണ്. ഇത് 4. ആ 4 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ, അതായത് 1 × 3 + 1 4. അതുപോലെ 7 എന്ന് പറയുന്നത് 2 × 3 + 1 7. 10 എന്ന് പറയുന്നത് 3 × 3 + 1. അപ്പോൾ ഈ കാണുന്ന ടേംസ് എല്ലാം 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർഗങ്ങൾ, ഈ ഓരോ ടേമിന്റെയും വർഗങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ടേമിന്റെയും വർഗങ്ങൾ ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറയുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് xn കണ്ടുപിടിച്ചു, ആ xന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് വർഗം. xn സ്ക്വയർ സമം 3n + 1 the whole square. അതായത് xn സ്ക്വയർ സമം 3n + 1 the whole square എന്ന് പറയുന്നത് a + b the whole square എന്ന ഫോമാണ്. a + b the whole square, അത് a square + 2ab + b square എന്ന് വരും. a square + 2ab + b square. അതായത് ഫസ്റ്റ് ഇവിടെ a + b the whole square എന്ന് പറയുമ്പോൾ a യുടെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്, b യുടെ സ്ക്വയർ ആണ് ലാസ്റ്റ് വരുന്നത്. a യും b യും കൂടി ഇൻറ്റു ചെയ്തിട്ട് വീണ്ടും 2 കൊണ്ട് ഗുണിച്ചതാണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. അതേപോലെ ഇവിടെ a ക്ക് പകരം 3n വരുന്നു. അതുകൊണ്ട് 3n + 1 the whole square 9n square. പിന്നെ ഇവ തമ്മിൽ ഗുണിച്ച് വീണ്ടും 2 വെച്ച് ഗുണിച്ച് നമ്മൾ ഈ കാണുന്ന മിഡിൽ ടേം ആയ 2ab ക്ക് പകരം ഇവിടെ ഇടുന്നു. അതായത് 3n × 1 3n
ഇൻറ്റു 2 അതായത് 6n പ്ലസ് ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. അപ്പോൾ 3n plus 1 the whole square 3n plus 1 നെ സ്ക്വയർ ചെയ്താൽ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 എന്ന് വരും. ഇത് എങ്ങനെ കിട്ടി? നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3n plus 1 the whole square a plus b the whole square എന്ന ഫോമാണ്. a plus b the whole square സമം a square plus 2ab plus b square. അതനുസരിച്ച് 3n plus 1 the whole square എന്ന് പറയുമ്പോൾ 3n ന്റെ സ്ക്വയർ 9n സ്ക്വയർ, പിന്നെ മിഡിൽ ടേം വരുന്നത് ശ്രദ്ധിക്കുക 2ab എന്നാണ്. അപ്പോൾ ഇവിടെ 2ab എന്ന് പറയുമ്പോൾ 3n-ഉം 1-ഉം കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിനെ വീണ്ടും 2 വെച്ച് ഗുണിക്കുക. അപ്പോൾ 3n into 1 3n into 2 6n അതാണ് നമ്മുടെ മിഡിൽ ടേം. പിന്നെ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. അപ്പോൾ xn സ്ക്വയർ സമം 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 എന്നായി. ഇതിൽ xn സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ എടുത്താൽ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ഇതിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോഴെങ്ങനെ വരുന്നു? 3 into 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 xn സ്ക്വയർ 3 into 3n സ്ക്വയർ പ്ലസ് 2n. നമ്മളുടെ ആൾജിബ്രിക് ഫോം കണ്ടോ? ഇത് ഇങ്ങനെ വരുന്നു 3n പ്ലസ് 1 എന്നാ. ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ആ 3യുടെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതാണ് നമ്മുടെ ആ സീക്വൻസിലെ ഓരോ ടേമും. ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തപ്പോഴും ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് xn സ്ക്വയർ വരുന്നത്. ഒന്നുകൂടി പറയുന്നു, 3 into 3n സ്ക്വയർ പ്ലസ് 2n എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്താൽ xn സ്ക്വയർ വരുന്നു. ഈ കാണുന്ന ഈ 3 ആണ് നമ്മളുടെ ഇവിടുത്തെ 3. n-ന് പകരം വരുന്നത് 3n സ്ക്വയർ പ്ലസ് 2n. പിന്നെ ഈ 1 നിലനിൽക്കുന്നു. ഇത് നമുക്ക് ശരിയാണോ എന്ന് പരിശോധിക്കാം. നമ്മുടെ ചോദ്യം ഇങ്ങനെ വരുന്നു: 4 7 10 13 എന്നിങ്ങനെയാണ്. അവയുടെ വർഗ്ഗങ്ങൾ 4ന്റെ സ്ക്വയർ 16, 7ന്റെ സ്ക്വയർ 49, 10ന്റെ സ്ക്വയർ 100, 13ന്റെ സ്ക്വയർ 169 എന്നിങ്ങനെ പോകുന്നു. ഇവിടെ ഓരോ ടേമും ഈ പൂർണ്ണവർഗ്ഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 16 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയ 3ന്റെ ഗുണിതമായ 15നോട് 1 കൂട്ടിയതാണ്. 15 പ്ലസ് 1 16. അതുപോലെ 49 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായ 48നോട് 1 ആഡ് ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് 100 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയ 99നോട് 1 ആഡ് ചെയ്തതാണ്. ഇതുപോലെ എല്ലാ വർഗ്ഗങ്ങളും, അതായത് നമ്മുടെ ഈ സീക്വൻസിലെ എല്ലാ ടൈമിന്റെയും വർഗ്ഗങ്ങൾ 3ന്റെ ഗുണിതത്തോട് 1 കൂട്ടിയതാണ്. അപ്പൊ തീർത്തും നമുക്ക് എഴുതാം 4 7 10 13 എന്ന് പോകുന്ന ആ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എല്ലാ വർഗ്ഗങ്ങൾ ഈ സീക്വൻസിൽ തന്നെ ഉണ്ട്.